നമസ്കാരം, ഹേ അക്കുവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് ഇതിൻ്റെ ഈ ചാനലിലെ ആദ്യത്തെ വ്ളോഗായിട്ടോ. ഇതിന് എനിക്ക് വേറൊരു ചാനലും കൊണ്ടൊരു ഗെയിമിംഗ് ചാനലാണ്, ജെറാഡ് പ്രൈം എന്നാണ് ഗെയിമിംഗ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ മോസ്റ്റ്ലി ഞാൻ ഗെയിം പ്ലേ അതുപോലെ തന്നെ ഗെയിമിംഗ് റിലേറ്റഡ് കോണ്ടൻസ് ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അത് അത്രയും എന്താ പറയുക, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടെ ആസ്വദിക്കാനായിട്ട് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയേക്കുന്നത്. ഇതിൽ നമ്മൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ നാട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഫുൾ ഹാപ്പി മൂഡ്, ഫുൾ ഹാപ്പി വൈബ്സ് ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇന്നത്തെ ദിവസത്തിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ മമ്മി, പുള്ളിക്കാരി കുറേ ദിവസമായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്, കാർ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് മമ്മി, ഞങ്ങളിവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, പത്തനാപുരത്ത് പുന്നല എന്ന് പറയുന്നത്, അവിടെയാണ് ഈ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ മമ്മി ഇന്ന് അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകും. അടുത്ത ആഴ്ച എങ്ങാണ്ടേ ഉള്ളൂ ടെസ്റ്റ്, പക്ഷേ മമ്മി ഇന്ന് പോയിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യാൻ പോവുക. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ കുഞ്ഞിലെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ മമ്മിയും പപ്പയൊക്കെ കൂടെ വന്ന് നമ്മൾ PTA മീറ്റിങ്ങിനൊക്കെ കുറേ വഴക്കൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഞാൻ ഇന്ന് പോയി നോക്കട്ടെ മമ്മി ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്തുവാ പഠിച്ചാൽ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മളിന്ന് പോകാൻ പോവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ കോണ്ടൻറ്റ് ഒരു അടിപൊളി കോണ്ടൻ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ മേളിലായിരിക്കുന്നു കേട്ടോ, എൻ്റെ മേളിലെ ടെറസിലാണ്. നമുക്കിനി താഴെ പോയിട്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്താവേ, വീട്ടിലെ ഓരോരുത്തരെയും ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി പോവാം. ഇതിപ്പം ഞങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ തൊണ്ട് അവിടെ ഒരാളെ കണ്ട, അതാണ് ഞങ്ങളുടെ കിവി. കിവി കിവി ഇതാണ് ഞങ്ങളുടെ കിവി കേട്ടോ. പിന്നെ 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 ബാക്കി ആരെയും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ് പപ്പ. എന്നാണ്ട് ഇവിടെ നിൽക്കുന്നത് മമ്മിയും എൻ്റെ ഏട്ടത്തിയും കേട്ടോ, ചേട്ടൻ്റെ വൈഫ്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ അമ്മച്ചി ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരാളും കൂടെ ഉണ്ട്. ലെക്സി ഭയങ്കര സ്നേഹമുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ എവിടെന്നെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴേ എന്താ പറയുന്നത്, ഭയങ്കര സ്നേഹമാണ്. നമ്മളിപ്പം പുറത്ത് പോകണമെന്നും ഇല്ല, നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇപ്പം വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരുന്നില്ല, അപ്പം എൻ്റെ മടിയിൽ വന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കുവേ. ഭയങ്കര സ്നേഹമാണ്. ഇവിടെ ഞാനായിരുന്നു കുഞ്ഞിലെ നോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയൊരു ആക്സിഡൻ്റൊക്കെ പറ്റി, അതിന് കാലിനൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ കുഴപ്പമില്ല, പക്ഷെ എൻ്റെ മുത്തായി ഇവള് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഞാനേ എൻ്റെ അമ്മച്ചീനെ ഒന്ന് പരിചയപ്പെടുത്താമേ. അമ്മച്ചി ഇല്ലില്ല, ആണ്ടെ ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി കേട്ടോ, ഞങ്ങളുടെ ക്യൂട്ട് അമ്മച്ചി. ആരുമല്ല, ഇത് അമ്മച്ചിയെ എല്ലാവരും കാണുമോ, യൂട്യൂബിൽ കാണുമോ. ആണ്ടെ ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി കേട്ടോ. അമ്മച്ചിയുടെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അമ്മച്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് വീണിട്ടിങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുക. കുഴപ്പമൊന്നുമില്ല, റിക്കവർ ആയിക്കൊണ്ടേ ഇരിക്കുന്നു, വലിയ വിഷയമൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അതാണ് എൻ്റെ ഡാഡി കേട്ടോ. ഡാഡി അവിടെ തുണി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞങ്ങൾ പത്തനാപുരത്ത് പോകാൻ പോവുക. എന്തിനാ മമ്മി പത്തനാപുരത്ത് പോകുന്നേ? ഇന്ന് മമ്മിക്ക് പ്രാക്ടീസ്, ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ പ്രാക്ടീസാണ്. അപ്പോൾ അത് ട്രയലല്ലല്ലോ, ട്രയലാണോ? സോറി, പ്രാക്ടീസ് അല്ല കേട്ടോ, ട്രയൽ. അപ്പോൾ ഈ ടെസ്റ്റിന് മുമ്പ് ഒരു ട്രയൽ കാണും ആ ഗ്രൗണ്ടിൽ പോയിട്ട്. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആയിട്ടോ. അപ്പോൾ ട്രയലിന് പോവാം മമ്മി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, എത്ര കമ്പിയൊക്കെ നമ്മളിന്ന് വീഴ്ത്തു എന്നൊക്കെ നമുക്കിന്ന് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഇതെന്തോ മമ്മി സ്പെഷ്യല്? ഇന്ന് ഉപ്പുമാവാ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുണ്ട്. ചേട്ടൻ എന്തി? ചേച്ചൻ മീറ്റിങ്ങിലാണ് കേട്ടോ. രാവിലെ പിന്നെ ചേട്ടൻ മീറ്റിംഗ് ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്കിനി ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് പറയാം. പിന്നെ വേറെ കാര്യങ്ങൾ ഇവിടെ പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെയാണ് എൻ്റെ വീട്, ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ അംഗങ്ങളും. അതുപോലെ ഇതാണ് എൻ്റെ വീടിൻ്റെ മുറ്റം, ഇതാണ് ഞങ്ങളുടെ കാർ, അതാണ് ഞങ്ങളുടെ ബൈക്ക്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, പോകുന്ന വഴിക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് പോകാം. അതുപോലെ ഞാൻ അത്രയും നല്ലോണം പരിചയപ്പെടുത്താത്തൊരു വ്യക്തിയാണ് കിവി. നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടുവിട്ടിട്ട് പോയതല്ലേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ കിവി കേട്ടോ. കിവി ഇപ്പം എന്നെ കണ്ടിട്ട് ഓടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഗിംബലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ആളൊന്ന് ചെറുതായിട്ടൊന്ന് വരണ്ടിരിക്കുക. അപ്പോൾ അതാണ് സംഭവം. കാണുന്നുമില്ല,
പിന്നെ വെച്ചാൽ പേടിച്ചു കഴിഞ്ഞാൽ ഇവളുടെ മെയിൻ സ്പോട്ട് അതുകൊണ്ട് ആ ടേബിളിൻ്റെ അടിയിൽ എപ്പോഴും അവൾ അവിടെ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇതും കൊണ്ട് അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവളൊന്ന് പേടിച്ച് നേരെ ടേബിളിൻ്റെ അടിയിൽ കയറും. ഒന്നും ഇല്ലടി കിവി, ഒന്നും ഇല്ലടി. ഷെടാ അങ്ങ് പേടിയാ അവൾക്ക് അങ്ങ്. അതുകൊണ്ട് അവൾ എന്നിട്ട് അവൾ അതിനകത്ത് കയറി അവിടെ അങ്ങ് ഇരിക്കും. അവള് പപ്പയുടെ ഫേവറേറ്റ് കേട്ടോ. പപ്പ ഉണ്ടെങ്കിൽ അവൾ എന്തും ചെയ്യത്തുള്ളൂ. പപ്പ ഇല്ലെങ്കിൽ നമ്മളൊക്കെ വെറും നമ്മളൊന്നും ഒരു മൈൻഡും ഇല്ല. പപ്പയാണ് ഒക്കെ. പക്ഷെ ലെക്സി അങ്ങനല്ല കേട്ടോ. ലെക്സി ഇപ്പം വെളിയിലുള്ള ആരേലും വന്നാലും ഓടിച്ചാടി അവരുടെ പുറകെ നടന്നോളൂ. ഇവക്ക് അങ്ങനെയൊന്നുമില്ല. ഇവക്ക് പപ്പ വേണം, എല്ലാത്തിനും പപ്പ. ഇനിയിപ്പം നാളെ പപ്പ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിവസത്തേക്ക് വ്രതമാണ്, പിന്നെ ഒന്നും കഴിക്കത്തൊന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഹോബികളാണ് നമ്മുടെ കിവിക്ക്. അപ്പോൾ നമ്മൾ പോകാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അമ്മച്ചി വരുന്നില്ല, അമ്മച്ചിക്ക് വയ്യ. ജിബിന ചാച്ചൻ വരുന്നുണ്ട്. പിന്നെ അതാണ്ട് പപ്പ വരുന്നുണ്ട്. പപ്പയെ ഞങ്ങൾ പുനലൂർ ഡ്രോപ്പ് ചെയ്യും. പുനലൂർ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പോകും പത്തനാപുരത്തോട്ട്. മമ്മിയുടെ ഡ്രൈവിങ് എടുക്കുന്നിടത്ത്. ഏട്ടത്തി വരുന്നില്ല, അതുപോലെ തന്നെ കിവിയും ലെക്സിയും വരുന്നില്ല. കിവി സങ്കടപ്പെട്ടിരിക്കും കേട്ടോ. പപ്പ റെഡി ആയിട്ടിരിക്കുന്നതുകൊണ്ട് പപ്പ ഇവളെ കൊണ്ടുപോകാത്തതുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. ലെക്സിക്ക് പിന്നെ സങ്കടമൊന്നുമില്ല, ലെക്സി പിന്നെ ഹാപ്പിയാണ് എപ്പോഴും. ജിബിന പോവാം. ജിബിന ചാച്ചനെ നമ്മൾ പുനലൂർ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. പുനലൂർ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനും മമ്മിയും കൂടെ ആയിരിക്കും പത്തനാപുരത്തോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാറിലുള്ള വിശേഷങ്ങളൊക്കെ സംസാരിച്ച് പോവാം. ഇപ്പോൾ ഇതാണ് എൻ്റെ വീട് കാണാത്തവർ ശ്രദ്ധിക്കുക. ഇതാണ് എൻ്റെ വീട്. ഇത് ലെക്സി. നമ്മൾ ഡോർ തുറന്ന ഉടനെ അകത്തേക്ക്. ലെക്സി അകത്തേറെ ചെല്ലേ, കയറാത്ത. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ എല്ലാവരോടും യാത്ര പറഞ്ഞേക്കാം. പോവാന്നേ അമ്മച്ചി, ബായ്. എടത്തി ബായ്. അതൊക്കെ ഇനി ഗേറ്റൊക്കെ പൂട്ടിയിട്ട് നമുക്ക് കയറിലിരിക്കാം. അയ്യോ, ഇപ്പൊ എത്ര കഴിയാലുവേ ചെളിയാ. ഇവിടെ ഫുൾ മഴയാണ്. ഞാൻ മറ്റേ ജെറാഡ് പ്രൈമിൻ്റെ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ഔട്ട്ഡോർ റെക്കോർഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് കാരണം. ഇവിടെ ഭയങ്കര മഴയാട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റല്ലേ? മമ്മി കയറിയില്ലേ? ഓക്കെ, ആദ്യമേ സീറ്റ് ബെൽറ്റ് ഇട്ടോട്ടെ. എന്താണ് വിശേഷങ്ങൾ? മമ്മി എല്ലാം ഓക്കെ അല്ലേ? RTO ഞെട്ടു ഇന്ന് RTO ഉണ്ടോ? ഇന്ന് RTO ഇല്ല കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ തൊട്ടേ ഞാൻ പറയുന്ന എല്ലാം പാളുവാന്നല്ലോ. ശരിക്കും RTO ഇല്ല കേട്ടോ. മൈ മിസ്റ്റേക്ക്. രമേശ് എന്ന് പറയുന്നത് മമ്മിയുടെ ആശാനാണ് കേട്ടോ. അപ്പം അത് പുള്ളിയും പിന്നെ സ്റ്റുഡൻസും ഒക്കെ കാണും. പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് കമ്പി എടുത്ത് മാറ്റുവാണെങ്കിൽ മമ്മിക്ക് എച്ച് കിട്ടും. അതെ, മമ്മി പറഞ്ഞേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മമ്മിക്ക് ലൈസൻസ് കിട്ടുവാണ്. കമ്പി വെച്ച് കഴിഞ്ഞാൽ കമ്പി ഏറ്റവും കൂടുതൽ തട്ടുന്നവർക്ക് ലൈസൻസ് കിട്ടുവാണെങ്കിൽ അത് മമ്മിക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. മറ്റേ ഗോൾഡൻ വിസ ഒക്കെ പറയുന്ന പോലെ ഗോൾഡൻ ലൈസൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ നാട് ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പോകാം കേട്ടോ. ഇപ്പം എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് പട്ടാഴിയാണ്, കൊട്ടാരക്കരയിൽ പട്ടാഴി. ഞങ്ങളിപ്പം പൊക്കോണ്ടിരിക്കുന്നത് പാണ്ടിത്തിട്ട എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. പാണ്ടിത്തിട്ട ജംഗ്ഷൻ, വട്ടപ്പാറ മുക്കെന്ന് പറയും. ഇവിടെയൊക്കെ നമുക്കറിയാവുന്നവരൊക്കെ അതുണ്ടോ, ഈ വീട്ടിലൊക്കെ ഉള്ളവരും അതുപോലെ തന്നെ ഈ കടയിലുള്ളവരും എല്ലാവരും നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ പള്ളിയിലെ സുഹൃത്തുക്കളും ഫ്രണ്ട്സൊക്കെയാണ്. പിന്നെ നമുക്കിനി പോകുന്ന വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചൊക്കെ പോകാം. തലവൂർ ജംഗ്ഷൻ, അത് രണ്ടാലമൂട് ജംഗ്ഷൻ. അപ്പേ ഇത് രണ്ടാലമൂട് ജംഗ്ഷൻ, തലവൂർ രണ്ടാലമൂട് എന്ന് പറയും ഈ സ്ഥലം. ഇവിടാണ് തലവൂർ അമ്പലം ഉള്ളത്. ഫേമസ് അല്ലേ അപ്പേ? ഫേമസ് അമ്പലമാണ്. ഇവിടെ രണ്ട് ആല് നിൽക്കുന്നുണ്ട്. ഇവിടെ രണ്ട് ആല് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടാലമൂട് എന്ന് പറയുന്നതാണ് ജിബിന ചാച്ചൻ പറയുന്നത്. റിയാലിറ്റി അതാണെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല.
പിന്നെ പപ്പയൊക്കെ കൊച്ചുനാള് തൊട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാടി കളിച്ച് നടന്നതായതുകൊണ്ട് രണ്ടാളുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ പണ്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് രണ്ടാളുണ്ടായിരുന്നു. ഇപ്പം ഒറ്റ ഒരാളേ ഉള്ളൂ അല്ലേ. പിന്നെ നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നത് എന്താണ്, തലവൂർ അമ്പലത്തിലോട്ടാണ്. ഇവിടാണ് തലവൂർ പൂരം, ഫേമസ് ആയിട്ടുള്ള തലവൂർ പൂരം നടക്കുന്നത് ഇവിടാണ്. കൊല്ലം പത്തനംതിട്ട ജില്ലയില് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു പൂരം കൂടെ തലൂർ പൂരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഓക്കെ, തലവൂർ പൂരം എന്ന് വെച്ചാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടോ. കൊല്ലം പത്തനംതിട്ട ജില്ലയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പൂരമാണ്. വെടിക്കെട്ട് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിരുന്നു പപ്പ പറയുന്നത്. ഇതാണ് അമ്പലം കേട്ടോ, ഇതാണ് തലവൂർ അമ്പലം. ഭയങ്കര ഫേമസ് ആയിട്ട് ഇവിടെ ഉത്സവത്തിനൊക്കെ ഈ ഗ്രൗണ്ട് ഫുൾ നിറഞ്ഞിരിക്കും. നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല, അതുപോലത്തെ തിരക്കും ഭയങ്കര ആൾക്കാരുമാണ്. നിലമ്പൂട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത കുന്നിക്കോടാണ് കേട്ടോ. കുന്നിക്കോടാണ് ഞങ്ങളുടെ സ്ഥിരം ഫുഡ് സ്പോട്ട്. ഞങ്ങൾ ഇടയ്ക്കിടെ ഫുഡ് കഴിക്കാൻ പോകുന്ന കുറച്ച് സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കുന്നിക്കോട് എന്ന് പറയുന്നത്. ബേക്കറേബ്യ എന്ന് പറയുന്നൊരു അടിപൊളി റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ. ഇവിടുന്ന് കുന്നിക്കോടും കൊട്ടാരക്കരയൊക്കെ ഒരേ ഡിസ്റ്റൻസ് ആണ്. 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ. എല്ലാം വിശേഷങ്ങൾ പപ്പ പറയും. പപ്പ പറഞ്ഞോ. വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ കുന്നിക്കോടാണെങ്കിലും കൊട്ടാരക്കരയാണ്. അതെ, നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് എല്ലാം ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമായിട്ടോ. ഞങ്ങക്ക് കൊട്ടാരക്കരയ്ക്ക് പോകാനും അതുപോലെ തന്നെ കുന്നിക്കോട് പോകാനും പത്തനാപുരത്തൊക്കെ പോകാനും ഞങ്ങൾക്ക് അടൂര് പോകാനും ഒക്കെ ഞങ്ങൾ എല്ലാത്തിന്റെ നടുക്ക് നിൽക്കുന്നതാണ്. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടാന്ന് വെച്ചാൽ മനസ്സൊന്ന് അങ്ങോട്ട് അങ്ങ് പോകും. കുഴപ്പമൊന്നുമില്ല. 15 മിനിറ്റ്സ് 20 മിനിറ്റ്സിന്റെ ആ ഒരു ഇതില് നമുക്കെല്ലാം കിട്ടും. ഇനിയിപ്പോ നമ്മുടെ കാവൽപുര റെയിൽവേ ക്രോസിംഗ് ആണ് ഇനി വരാൻ പോകുന്നത്. കൊല്ലം ചെങ്കോട്ട ഈ റെയിൽവേ പാളം ഭയങ്കര ഫേമസ് ആണ്. നമ്മള് ചെങ്കോട്ട സൈഡിലോട്ടൊക്കെ എത്തുമ്പോഴത്തേനും തമിഴ്നാട് ആ സമയത്ത് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ബ്രിട്ടീഷുകാരൊക്കെ പണിഞ്ഞു വെച്ചാൽ പലരും പോയി ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണ്. അങ്ങനെ ഒരുപാട് ട്രെയിൻസ് ഒന്നും ഈ വഴി പോകത്തില്ല. ചെന്നൈ വരെ കുറച്ച് നാൾ മുമ്പ് മുതൽ ഇവിടുന്ന് ഡയറക്റ്റ് ചെന്നൈ വരെ ട്രെയിൻ ഉണ്ട്. നേരത്തെ മീറ്റർ ഗേജ് ആയിരുന്നു, ഇപ്പം ബ്രോഡ് ഗേജ് ആക്കി. മീറ്റർ ഗേജ് അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വണ്ടിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഈ MGയുടെ വിൻസറിനെ പറ്റി. ഞങ്ങൾ ആദ്യമേ ഈ വണ്ടി എടുക്കണമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ അവരുടെ ടെസ്റ്റ് ഡ്രൈവ് വെച്ചിട്ട് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് കിട്ടിയില്ല. അവര് തരാമെന്ന് പറഞ്ഞു, പിന്നെ അവര് ഫോളോ അപ്പ് ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ഈ കാർ മേടിച്ചതിന് ശേഷം അവരുടെ ഇത് വന്നു, സാറേ ടെസ്റ്റ് ഡ്രൈവിന് തരട്ടെ. എൻക്വയറിക്ക് 3 മാസം കഴിഞ്ഞിട്ടാ ഞങ്ങക്ക് ടെസ്റ്റ് ഡ്രൈവ് തരാമെന്ന് പറഞ്ഞത്. അപ്പൊ അതിനകം ഞങ്ങൾ ഈ കാർ മേടിച്ചു. പിന്നെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, അപ്പൊ ഞങ്ങൾ മേടിച്ചില്ല. ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവും ചെയ്തില്ല. ഞങ്ങൾ നാട്ടെ കുന്നിക്കോട് എത്തി. ഇതാണ് കുന്നിക്കോട് കേട്ടോ. ഞങ്ങക്ക് ഏറ്റവും ഈസിലി മമ്മിയൊക്കെ ഞങ്ങക്ക് അന്ന് എന്താ പറയുന്നത്, ബൈക്കൊന്നും ഇല്ലാത്ത സമയത്ത് മമ്മി ബസ് കയറി, ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് ബസ് കിട്ടും കേട്ടോ. ബസ് കയറി നമ്മൾ ഇവിടെ വന്ന് അരിയും വേണ്ടിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അടുത്ത ബസ് വരുമ്പോ എന്നുവെച്ചാൽ ഈ പോയ ബസ് തന്നെ സ്റ്റാൻഡിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ മമ്മി അതിൽ കയറി തിരിച്ചു വരും. പുനലൂര് ആ ബസ് പുനലൂർ സ്റ്റാൻഡ് വരെ പോയിട്ട് തിരിച്ചു വരുന്ന സമയം കൊണ്ട് മമ്മി ഇവിടെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ നിൽക്കും. എന്നിട്ട് ആ പോയ വണ്ടി തന്നെ മമ്മി തിരിച്ചു കയറി ഇങ്ങനെ വീട്ടിൽ വരും. ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ബസ് സ്റ്റോപ്പ് വരുന്നത്. അപ്പൊ അന്ന് ഭയങ്കര സൗകര്യമായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങള് ബസ്സിൽ കയറാറില്ല. മമ്മി ഇടയ്ക്കിടെ കയറാറുണ്ട്. ഞാനൊക്കെ KSRTC കയറിയിട്ടൊക്കെ നാളുകളായി. ഈ വിളക്കുടി, എളമ്പല് അതൊക്കെ മമ്മിയുടെ സ്ഥലം. മമ്മിയുടെ വീട് എളമ്പലാണേ. എളമ്പൽ ഇവിടെ മമ്മി എലിക്കോട് മുക്കാണ് മമ്മിയുടെ സ്ഥലം. നരിക്കൽ എലിക്കോട് മുക്ക് എന്ന് പറയും. ഇത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഇപ്പം നിലവിലില്ല, അത് പൂട്ടിയില്ലേ മമ്മി? ഇപ്പൊ ഒരു ഫ്ലവറും ഇല്ല അവിടെ. നേരത്തെ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലായിരുന്നു. ഇപ്പം ഒട്ടുമില്ല, ഒന്നുമില്ല. പിന്നെ എന്താ, വിളക്കുടി ആയില്ല അല്ലേ? വിളക്കുടി ജംഗ്ഷൻ ആയിട്ടില്ല മമ്മി. വിളക്കുടി കഴിഞ്ഞു. ഇനി അടുത്ത കോട്ടോട്ടം മുക്കാണ്. കോട്ടോട്ടം മുക്കും ഞങ്ങളുടെ മമ്മി അമ്മച്ചിയുടെ വീടാണ് കേട്ടോ. ഞങ്ങളുടെ ഗ്രാൻഡ് മദറിന്റെ വീടാണ് കോട്ടോട്ടം മുക്ക്.
കോട്ടവട്ടം. കോട്ടവട്ടം എന്ന് എഴുതിക്കുന്നുണ്ട്. കോട്ടവട്ടം. ഇവിടുന്ന് ഇവിടുന്ന് റൈറ്റ് പോകുന്നിടത്താണ് കോട്ടവട്ടം. ഞങ്ങളുടെ അമ്മച്ചിയുടെ എന്നുവെച്ചാൽ മമ്മിയുടെ അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നത്. ഇനി അടുത്തത് വരാൻ പോകുന്നതാണ് എളമ്പല് ജംഗ്ഷൻ കേട്ടോ. എളമ്പൽ ജംഗ്ഷൻ ഞങ്ങക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് നൊസ്റ്റുള്ളൊരു സ്ഥലമാണ് കേട്ടോ എളമ്പല് ജംഗ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഞങ്ങള് പഞ്ചാബിൽ നിന്ന് വന്ന സമയത്ത് ഞങ്ങൾ പഞ്ചാബിലൊക്കെ ആയിരുന്നു. ഞങ്ങള് ഫാമിലിയോടെ ഞങ്ങൾ പഞ്ചാബിലായിരുന്നു. അപ്പൊ ഞങ്ങള് വെക്കേഷന് ഇവിടെ വരുവേ, നാട്ടിൽ വരും. നാട്ടിൽ വന്ന് ഞങ്ങള് വീടിന്റെ അവിടെ നിന്ന് ബസ് കയറി ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇറങ്ങാം, എളമ്പല് വന്ന് ഇറങ്ങാം. അങ്ങനത്തെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവിടെ വന്ന് ബസ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് അടുത്ത ബസ് എളമ്പ് ജംഗ്ഷനിൽ നിന്ന് അടുത്ത ബസ് കയറി ഞങ്ങള് മമ്മിയുടെ വീട്ടിലോട്ട് പോകായിരുന്നു. എന്നിട്ട് ആ ബസ് തിരിച്ചെങ്ങാണ്ട് 5 മണിക്ക് എങ്ങാണ്ടേ ഉള്ളു, ഇല്ലയോ മീ? 5 മണിയാകുമ്പോ എങ്ങാണ്ട് ആ ബസ് ആ എലിക്കോട് മുക്കിൽ വന്ന് നിൽക്കും. അവിടെ കുറച്ചു നേരം നിൽക്കും, ഒരു 10 മിനിറ്റ് നിൽക്കും. അപ്പൊ ആ സമയം ആകുമ്പോഴത്തേനും ഞങ്ങൾ ആ ബസ്സിൽ കയറും, നേരെ എളമ്പ ജംഗ്ഷനിൽ വന്നിറങ്ങും. എളമ്പലിൽ നിന്ന് പിന്നെ ഞങ്ങള് പട്ടാഴി ബസ്സിൽ കയറി ഞങ്ങളുടെ വീട്ടിൽ വന്നിറങ്ങും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കുറെ നാളത്തെ ഞങ്ങളുടെ യാത്രയും കാര്യങ്ങളൊക്കെ. ഞാന് +1 പഠിച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് മലയാളം വായിക്കാൻ അറിയത്തില്ലല്ലോ. അപ്പൊ നമുക്കൊക്കെ ഉള്ളത് മറ്റേ പിക്ടോറിയൽ മെമ്മറിയാ, പട്ടാഴി എന്നൊക്കെ എഴുതിയത്. അത് വായിച്ചു വരണം, ദൂരെ നിന്ന് കാണത്തില്ല. അപ്പം എല്ലാം ബസ് ഇവിടെ നിർത്തില്ല, കൈ കാണിച്ചാലും നിർത്തും. അങ്ങനെ ആ പാടെ 1 മണിക്കൂർ കൂടെ എല്ലാവരും മണിക്കൂർ കൂടി ഇരിക്കുമ്പോഴൊരു ബസ്സുള്ള. അങ്ങനെ 2-3 ബസ് ഞാൻ മിസ് ചെയ്തു. പിന്നെ എന്തും വരട്ടെന്ന് പറഞ്ഞ് കൈ കാണിച്ചത് പട്ടാമ്പി ബസ്സുമായിരുന്നു. പട്ടാമ്പി ബസ്സോ? അതെ. പട്ടാഴി ബസ്സിൽ കയറേണ്ട ആള് പട്ടാമ്പി ബസ്സിൽ കയറിയില്ല, കൈ കാണിച്ചു, മനസ്സിലായതല്ല, പിന്നെ കേറി. ഇപ്പം പിന്നെ ബസ് കയറാത്തോണ്ട് ആ ഒരു പ്രശ്നമില്ല. അതെ. ബൈ ദ വേ ജിബിനച്ചന് മലയാളം വലിയ വശമില്ല കേട്ടോ. എന്നുവെച്ചാ ചെറുതായിട്ടൊക്കെ വായിക്കും, എഴുതാനൊന്നും അറിഞ്ഞൂടാ, ചെറുതായിട്ടൊക്കെ വായിക്കും. പുള്ളി പഠിച്ചതൊന്നും ഇവിടെ അല്ല കേട്ടോ. ആകെ എനിക്ക് തോന്നുന്നു 2 വർഷം കേരളത്തിൽ പഠിച്ചിട്ടുണ്ട്, +1 +2. പിന്നെ അതിനുശേഷം പുള്ളിയുടെ പഠിത്തം മൊത്തം നോർത്തിലായിരുന്നു. ഞാനും ജനിച്ചടം തൊട്ട് ഒരു 4ാം ക്ലാസ് വരെ ഞാൻ പഞ്ചാബിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇനി പോകുന്നു. പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല പഞ്ചാബിൽ കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ 2010 ഞാൻ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ 2025 ആയില്ല, 15 വർഷമായി ഞാന് പഞ്ചാബിൽ പോയിട്ട്. അപ്പൊ ഞങ്ങള് ഈ ഇടയ്ക്ക് പോകുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ബ്രദറിന്റെ കല്യാണം ഉണ്ട്. അപ്പൊ ഞങ്ങള് ഫാമിലിയോട് പോകുന്നുണ്ട് പഞ്ചാബില് 15 വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ എന്റെ വ്ളോഗ് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിരിക്കും, ഭയങ്കര അടിപൊളി കല്യാണങ്ങളൊക്കെ അവിടെ കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഇടാം, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. പിന്നെ ഇതാണ് പൈനാപ്പിൾ ജംഗ്ഷൻ അല്ലേ? ഇതല്ലേ പൈനാപ്പിൾ ജംഗ്ഷൻ? ഇതാണോ പൈനാപ്പിൾ ജംഗ്ഷൻ? അത് കഴിഞ്ഞിട്ടുള്ളതാണ്. അല്ല, ഇത് പൈനാപ്പിൾ ജംഗ്ഷൻ എന്ന് പറയുന്നത് പൈനാപ്പിളിന്റെ കൃഷി ഉണ്ടായിരുന്നു. ഫേമസ് ജ്യൂസ് ആയിരുന്നു അത്. പൈനാപ്പിളിന്റെ ഒരു കമ്പനി ജ്യൂസിന്റെ പേരുണ്ടായിരുന്നു, നമ്മുടെ ഇതില്ലേ മാസയുടെ ഒക്കെ ജാമിന്റെ ഒക്കെയാണ്. ഹാപ്പി എന്ന് പറയുന്നത് ഹാപ്പിയാണ്. ഞങ്ങളുടെ സ്ഥലം കണ്ടില്ലേ, ഭയങ്കര ഹൈടെക്. ഹാപ്പി ബ്രാൻഡാണോ? ഹാപ്പി എന്ന് പറയുന്ന ബ്രാൻഡ് ഇവിടെ ആണോ? ഇവിടെ അല്ല. ഹാപ്പി നമ്മൾ വന്ന സമയത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഹാപ്പി മറ്റേ സ്ക്വാഷ് ആയിരുന്നു, ഓറഞ്ച് ജ്യൂസ്. അതൊക്കെ ഭയങ്കര നൊസ്റ്റല്ലേ. ഞങ്ങളുടെ ആ ടൈമിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം. ഈ പണ്ടെന്ന് വെച്ചാൽ ഈ ടാങ്കും ഇതിന്റെയൊക്കെ കൂട്ടത്തിൽ സ്ക്വാഷും ഉണ്ടായിരുന്നു. നമ്മൾ പപ്പേനെയും അതുപോലെ തന്നെ ജിബിനച്ചനെയും ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പുനലൂർ കഴിഞ്ഞ് പുനലൂരിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമുക്ക് ഇനി പത്തനാപുരത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. ഡ്രൈവ് ചെയ്തുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന അത്രയും ശരിയായിട്ടുള്ള നടപടിയല്ല, അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ പറയാവേ. എൻ്റെ മമ്മി ഇതാണ്ട് പോകുന്നു സുഹൃത്തുക്കളെ. ഭയങ്കര കോൺഫിഡൻസ് ആട്ടോ മമ്മിക്ക്, ഒരു കുഴപ്പമില്ല. അങ്ങനെ മുമ്പോട്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. മമ്മി കുറേ അങ്ങ് പോയല്ലോ. നിൽക്കേണ്ട അടുത്തൊന്നും നിന്നില്ലേ, അങ്ങ് പോയി. റിവേഴ്സ് ഗിയർ ഇട്ടു, വണ്ടി പുറകോട്ട് വരുന്നുണ്ട്. ഇടിച്ചു നിന്നു ഗൈസ്. ആശ നല്ലോണം കേൾപ്പിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇതൊക്കെ സർവ്വസാധാരണമായ പ്രശ്നങ്ങളാണ്, കുഴപ്പമൊന്നുമില്ല. മമ്മി ജനലേ കൂടെ തലയൊക്കെ പുറത്തോട്ട് ഇടുന്നുണ്ട്.
മമ്മി വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉറുമ്പഴയെന്ന് പോലെ അതിനെ ഉള്ളിട്ട് തിരിക്കാം. തിരിക്കെ മമ്മി പോയിട്ട് അബോ അട്ടർ ഫാസ്റ്റ്. അപ്പോട്ടെ എല്ലാം ഓക്കെ. 2 റൗണ്ട് നേരെ. അപ്പോൾ നമ്മൾ എച്ചിൻ്റെ ഒരു പകുതി കടമ്പ കഴിഞ്ഞിരിക്കുകയാണ്. അമ്മ അങ്ങ് ഇങ്ങ് പോകുന്നല്ലോ, ഇവിടെ മിക്കവാറും മാറേണ്ടി വരും. ചിരിക്കാതൊക്കെ എന്ത് പറയാൻ ഇതിലൊക്കെ. അമ്മയാണെങ്കിൽ 1 റൗണ്ടും കൂടെ അന്ന് പോയിക്കോട്ടെ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, മീൻ മിടുക്കിയ. കറക്റ്റ്, ഇതുവരെ കറക്റ്റാണ്, ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇത് മമ്മി ഒറ്റയ്ക്കാണ് എടുക്കുന്നത്, ഒരാളുടെ ഹെൽപ്പില്ല. മറ്റേന്ന് വെച്ചാൽ ആശാൻ പറഞ്ഞു കൊടുത്തായിരുന്നു മമ്മി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മമ്മി ഒറ്റയ്ക്ക് ചെയ്യുന്നു, അതന്നെ വലിയൊരു സംഭവം കേട്ടോ. അത് വലിയ സംഭവം തന്നെ. കറക്റ്റ് വന്നു, കറക്റ്റായിട്ട് അത് വന്നു. എൻ്റെ അത് നോക്കിയിട്ട് ഫുള്ള് പഠിക്കണം. എല്ലാം ഓക്കെ, കറക്റ്റ് കിട്ടി കേട്ടോ, കറക്റ്റ് കിട്ടി. ഇത് കറക്റ്റായിരുന്നു കേട്ടോ, ഒത്ത നടുക്ക് തന്നെ വന്നു. ഇതിങ്ങനെ വരണ്ട കേട്ടോ. കുഴപ്പമില്ല. അതെ 1 റൗണ്ട് എന്തായാലും കിടലുമായിട്ട് ഒപ്പിച്ചു മമ്മി കേട്ടോ. വീടുക്കി ഇത്രേ ഉള്ളു. എന്തായാലും കലക്കി കേട്ടോ മമ്മി, എന്തായാലും പൊളിച്ചു കേട്ടോ. എന്തായാലും നൈസാട്ടെ. അഭിമാന നിമിഷം മമ്മി താണ്ട് നടന്നു വരുന്നു സുഹൃത്തുക്കളെ. മമ്മി താണ്ട് നടന്നു വരുന്നു, ഒരു കുഴപ്പമില്ല. മമ്മി നൈസായിട്ട് എടുത്തല്ലോ, മമ്മി കിടിലമായിട്ട് എടുത്തല്ലോ. കൺഗ്രാറ്റ്സ്. അയ്യോ, മുഖത്തൊരു സന്തോഷം കണ്ടില്ലേ. ഇനി എന്താ അടുത്ത പരിപാടി? വീട്ടിലല്ല അമ്മ, ഇനി പുല്ലൂർ പോണ്ടേ, അവരെ പിക്ക് ചെയ്യണ്ടേ. അവരെ അവിടെ നിൽപ്പുണ്ടോ, നമുക്ക് അങ്ങോട്ട് പോകാം. എന്തായാലും മമ്മി സൂപ്പർ, എല്ലാം റെക്കോർഡിടാ, പേടിക്കണ്ട. അഭിമാന നിമിഷം. നമുക്കിനി നേരെ പുല്ലൂർ പോയിട്ട് അവരെ പിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. ഓക്കെ, അപ്പോൾ കാരണം അതാണ്. ഈ എൻ്റെ അമ്മോ, മമ്മി എന്തായാലും തകർത്ത് കേട്ടോ. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഞാൻ 2 ദിവസം മുമ്പ്, 2 അല്ല, ഒരു 4-5 ദിവസം മുമ്പ് ഞാൻ മമ്മി പഠിക്കുന്നിടത്ത് പോയപ്പോൾ മമ്മി എത്ര കമ്പി തട്ടിയിട്ടെന്നറിയാമോ. പക്ഷെ ഇത് മമ്മി കറക്റ്റായിട്ട് ചെയ്ത്. എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി, മമ്മിക്ക് എന്തായാലും ലൈസൻസ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അത് ഇപ്പം ജസ്റ്റ് ട്രയൽ കഴിഞ്ഞല്ലോ. ട്രയൽ മമ്മി നല്ല ഭംഗിയായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് 3ാമത്തെ റൗണ്ടില്ലേ മമ്മി,
നല്ല വൃത്തിയായിട്ട് അമ്മ അതെടുത്ത്. ആശാൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും അമ്മ ഒപ്പിച്ചടേ. ആ അപ്പോൾ എന്തായാലും കലക്കി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇതായിരുന്നു കേട്ടോ ഗ്രൗണ്ട്. ഇതാണ് ഗ്രൗണ്ട്. നമ്മളിനിയിപ്പം പപ്പേനെയും ജിബിനച്ചനെയും പിക്കാനായിട്ട് നമുക്ക് പുനലൂര് പോവാം. ഓക്കെ, ചിലപ്പോ 4-ലോട്ട് പോകും. ആഹാ, അങ്ങനെ 4-ലോട്ട് പോകാൻ പാടില്ല. 4-ലോട്ടല്ല, 2-ന്ന് 1 പറയുമ്പോ അത് 3-ലോട്ട് പോകും. 2-ന്ന് 1-ലോട്ട് ഇടാൻ പറയുമ്പോ അത് 3-ലോട്ട് പോകും. ഓ മനസ്സിലായി. ആ അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ വണ്ടി ഇടിച്ചിരിക്കത്തില്ലേ? അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ മമ്മിക്ക് ഇന്നെ കിടില്ല കേട്ടോ. മമ്മിയെ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മമ്മി ആരാ, പുലിയാ. പിന്നെ ഞങ്ങള് പിന്നെ ഞാനും പപ്പയും ജിബിനച്ചനൊക്കെ പിന്നെ അങ്ങ് മാറിയേക്കും. പിന്നെ മമ്മി ആയിരിക്കും പിന്നെ നമ്മുടെ ഈ കാറും കൊണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പള്ളിമുക്കിലാണ്. പള്ളിമുക്ക് ഇവിടെ ഞാൻ അധികം വന്നിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി പത്തനാപുരത്തൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇനി ഈ വളവ് കഴിഞ്ഞ് കാണുന്നതാണ്. ഇവിടത്തെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ നാട്ടുകാർക്കും അതുപോലെ പുനലൂരൊക്കെ ഉള്ളവർക്ക് എല്ലാം അറിയാം. പുനലൂരിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മളിനി മുമ്പോട്ട് കാണാൻ പോകുന്നത്. നമ്മുടെ ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പുനലൂർ തൂക്കുപാലം അഥവാ പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയും. 1877 കാലഘട്ടത്തിലാണ് ഇത് പണിഞ്ഞത്. ഇത് അത്യാവശ്യം എന്താ പറയുക, നല്ല കാലപ്പഴക്കമുള്ള സംഭവം. ഇത് അതിനപ്പുറത്ത് കല്ലേടകാറാണ് ഒഴുകുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനലൂരിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ പുനലൂർ ഫേമസ് ആണെങ്കിൽ അതിനൊക്കെ കാരണം ഈ ഒരു തൂക്കുപാലം. അപ്പോൾ ഗൈസ് നമുക്കൊരു പ്രാങ്ക് കൊടുക്കാവേ. അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 3 വട്ടം ഇത് എച്ചെടുത്തപ്പോൾ കിട്ടിയായിരുന്നു. പക്ഷെ നമുക്ക് പപ്പയോടും ജീവനച്ചനോടും പറയാൻ കിട്ടിയില്ല. ഉള്ള കമ്പെല്ലാം തട്ടി കിട്ടുന്നൊക്കെയൊക്കെ പറയാം. എന്നിട്ട് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അപ്ലോഡ് ചെയ്യുമ്പോൾ അവരുടെ റിയാക്ഷൻ നോക്കിയിട്ട് നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാം. എന്തോ ചോദിര്, വിശേഷങ്ങളൊക്കെ ചോദിര്. ഉള്ള കമ്പി എല്ലാം തട്ടിയിട്ടത്. എച്ചിന്റെ വീതി കൂടുതലായിരുന്നു, വലിയ എച്ചായിരുന്നു. എന്നിട്ടും വലിയ കമ്പികളെല്ലാം തട്ടിക്കിട്ട്. ആശാൻ പറയുക ദൈവമേ ഇതെന്തോ ഈ കാണിക്കുന്നേ, അടുത്ത ആഴ്ച ടെസ്റ്റ് ആന്നേ. അവിടെ നിന്ന് ആർട്ടി ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. പുള്ളി ഇങ്ങനെ നോക്കി മിക്കവാറും മമ്മീനെ നോട്ട് ചെയ്ത് കാണും. നാളെ അടുത്ത ആഴ്ച മമ്മി വരുമ്പോ അയാള് സ്പെഷ്യലി മമ്മീനെ നോട്ട് ചെയ്യും. മിക്കവാറും അതിനുള്ള പോക്കായിരുന്നു. ഞാൻ നോക്കിയപ്പോ 1 വട്ടം തട്ടി. ഇല്ല, മമ്മി മാത്രം. ആൾക്കാരെല്ലാം ചിരിയോ തൊടുക്കോ. മമ്മി പിന്നെ ഡയറക്ഷൻ ഒക്കെ ചെയ്യും. അപ്പൊ ഭയങ്കര ടെൻഷനാ മമ്മിക്ക്. അതെ, മമ്മി മറ്റേ നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പറിലെ ശ്വേതാമേനാണ്. വണ്ടി എടുത്ത ടെൻഷനാ. അതുവരെ അയ്യോ അതെന്തായാലും കിടിലമായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഈ ചാനലൊന്നും ഇട്ടോട്ടെ. ആശാനും എച്ചിന്റെ ഡയറക്ഷൻ അങ്ങ് ചേഞ്ച് ചെയ്തേ. എച്ച് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയേക്കുന്നേ. എന്നിട്ട് ആശാൻ പറയാ എന്തിനാണ് ഡയറക്ഷനൊക്കെ തിരിച്ചോ, എച്ചിന്റെ ഡയറക്ഷനൊക്കെ അങ്ങ് തിരിക്കുവാന്നു ഇയാള്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കൊള്ളാം എന്തായാലും. ഇനിയിപ്പോ ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കും കേട്ടോ. നമ്മള് ഇപ്പൊ ഇതെവിടായി വിളക്കുടിയായി. ഞങ്ങള് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിങ്ങെത്തി. അങ്ങനെ വലിയ ലോങ് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങ് വന്നിരിക്കുകയാണ്. എൻ്റെ അമ്മ ഭയങ്കര ക്ഷീണം കേട്ടോ. എൻ്റെ അമ്മേ, അതുകൊണ്ട് നമ്മുടെ കിവി ഉണ്ടോ, പപ്പ വന്നു കഴിഞ്ഞാൽ പപ്പയുടെ കൂട്ടത്തിലാണ്. ആണ്ടോ നമ്മുടെ ലെക്സി ഫുൾ ഓട്ടവും ചാട്ടം വന്നേ. അതുപോലെ തന്നെ നമ്മൾ പപ്പേനെയും ജീവനച്ചനെയും പ്രാങ്ക് ചെയ്യുന്നത് ഏകദേശം സക്സസ് ആയി കേട്ടോ. അവർ വിശ്വസിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഹോളിൽ ഇരുന്ന് വീഡിയോ കാണാമേ. ഞങ്ങൾ വരുന്ന വഴിയിൽ കുന്നിക്കോട് നിന്നൊരു മാറ്റ് വാങ്ങിച്ചേ. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ സീതാനും അടിച്ച് ഈ ഗ്രാനൈറ്റ് അങ്ങും നനയും, എന്നിട്ട് ഇവിടെ അങ്ങ് തെന്നും. ഭയങ്കര അപകടമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളൊരു മാറ്റ് ഓർഡർ ചെയ്തല്ല, ഞങ്ങൾ മേടിച്ചു. എന്നാലും മമ്മി ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയി. അപ്പോൾ അതുകൊണ്ട് മമ്മിയുടെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ പപ്പയുടെ പ്രായമുള്ളവരുടെയൊക്കെ പ്രൊട്ടക്ഷൻ, പപ്പയുടെ പ്രൊട്ടക്ഷൻ, അമ്മച്ചിയുടെ പ്രൊട്ടക്ഷൻ, പിന്നെ ഏട്ടത്തിയുടെ പ്രൊട്ടക്ഷൻ, അവരെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ
ഇതിപ്പം ലെവലായി ലെവലായി. ബാക്കി കൂടെ കേട്ടോ അതുപോലെ. ഇത് പറഞ്ഞില്ല, നമ്മൾ ഭയങ്കര നാടൻ ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ വളരെ നാടനായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. അതൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലോണം കിടന്ന് ഉറങ്ങട്ടെ. എന്നിട്ട് എനിക്ക് വൈകിട്ട് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക, ഇന്ന് എനിക്ക് ഗെയിം സ്ട്രീം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എൻ്റെ ചാനലിൽ. ഞാൻ 2-3 ദിവസമായി അൺബോക്സിങ് ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിന് സ്ട്രീം ചെയ്യണം. ഇങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. നിങ്ങൾക്ക് ഗെയിമിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ജെറാഡ് പ്രൈം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയി എൻ്റെ ഗെയിംസ് കാണാം. അതുപോലെ തന്നെ ഞാൻ ജെറാഡ് പ്രൈമിന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ ഈ ഡെയിലി വീഡിയോ ഇടുന്നതിന് പകരം സ്ട്രീം ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്ന് വെച്ചാൽ ഡേയ്സ് കൊണ്ട് തന്നെ ഗെയിം പ്ലേ നമുക്ക് സ്ട്രീം ചെയ്താലോ. കാരണം അതാവുമ്പോൾ എനിക്ക് ഒരുപാട് എഫേർട്ട് കുറവാണ്. അപ്പോൾ ഗെയിംസ് കളിക്കാനും പറ്റും. മറ്റേന്ന് വെച്ചാൽ എഡിറ്റിങ്ങിന് എനിക്ക് ഒരുപാട് ടൈം വേസ്റ്റായി പോകും. അപ്പോൾ നിങ്ങളുടെ എന്താണ് അഭിപ്രായം അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതിനനുസരിച്ച് നമുക്ക് സ്ട്രീമിങ്ങിലോട്ട് തിരിയാം. അപ്പോൾ അതായിരിക്കും നല്ലത്. നമുക്കപ്പോൾ ഒത്തിരി കുറേ നേരം ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് സ്ട്രീം ചെയ്യാം. ഒരു രസമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ഇനി നല്ല നല്ല കോണ്ടൻറ്റ്സ് ഒക്കെ ഇനിയും വരും. അപ്പോൾ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി എല്ലാവർക്കും നാളെ കാണാം. അതായിരിക്കും. ബൈ.